ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് കറ്റാർ വാഴയുടെ പൾപ്പ് കൊണ്ടുള്ള ഒരു സർബത്താണ് തയ്യാറാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കറ്റാർ വാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളയുക. അതിനുശേഷം ഇതിനകത്തുള്ള പൾപ്പ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. ഈ പൾപ്പിനെയും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അടിച്ച് ജ്യൂസ് ആക്കി ഒന്ന് കൊണ്ടുവരാം. കണ്ടില്ലേ, നമ്മളൊരു 5 തണ്ട് എടുത്തിട്ടുണ്ട്. ആ പൾപ്പെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഇതുപോലെ ജ്യൂസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജ്യൂസ് ഇനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. കാരണം ഇതിനകത്ത് കറ്റാർ വാഴയുടെ പച്ച തണ്ടൊക്കെ വീണ് കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് പരിപൂർണമായിട്ട് മാറ്റി, ഒപ്പം ഇതിനകത്ത് മറ്റെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുത്ത കറ്റാർ വാഴയുടെ ജ്യൂസ് ഇനി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. ആ പാത്രത്തിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് കറ്റാർ വാഴയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് കറ്റാർ വാഴയുടെ ജ്യൂസും നമുക്ക് ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് സർബത്തായതുകൊണ്ട് കൂടുതൽ പഞ്ചസാര ചേർത്ത് വേണം ഇത് തയ്യാറാക്കേണ്ടത്. കാരണം ഇത് ഡയറക്റ്റ് അല്ല നമ്മൾ കുടിക്കുന്നത്, സോഡയുടെയോ വെള്ളത്തിന്റെയോ കൂടെ മിക്സ് ചെയ്താണ് കുടിക്കുന്നത്. പഞ്ചസാര എല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയെല്ലാം കറ്റാർ വാഴയുടെ ജ്യൂസിനകത്ത് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും കറ്റാർ വാഴയുടെ ജ്യൂസും രണ്ടും നല്ലതുപോലെ ആ വെള്ളവും കൂടെ ചേർന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒപ്പം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരും. കണ്ടില്ലേ, ഇപ്പൊ അത് നല്ലതുപോലെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. കാരണം പുളി ഇതിനകത്ത് അല്പം മുന്നിട്ട് നിൽക്കണം. അതിനുവേണ്ടിയാണ് നാരങ്ങയുടെ നീര് സ്വല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നാരങ്ങ നീരും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജ്യൂസും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരും. കണ്ടില്ലേ, ഇപ്പം ഏകദേശം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഇങ്ങനെ ഇഞ്ചിനീരും നാരങ്ങായും കറ്റാർ വാഴയുടെ ജ്യൂസും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇനി ഇത് നല്ലതുപോലെ വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് കുറുകി വരുന്നത്. കാരണം കൂടുതൽ ചൂടിട്ട് ഒന്നും ഇത് നമുക്ക് ഇളക്കി കൊടുക്കണ്ട. വളരെ സ്ലോ ആയിട്ട് ഇതിന്റെ ചൂട് കൊടുത്താൽ മതി. കാരണം ഒരുപാട് ചൂട് കൊടുത്താൽ പെട്ടെന്ന് തിളച്ച് ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ തന്നെ ചൂട് കൊടുത്ത് ഇത് ഇളക്കി കൊടുക്കുക. കാരണം ഇപ്പം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഒപ്പം നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ സർബത്തിന്റെ ആ ഒരു രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിന്റെ മുകളിലൊക്കെ ഒരു പതയായിട്ട് വരുന്നത് പഞ്ചസാരയിൽ ഉള്ള അഴുക്കൊക്കെയാണ് ഇങ്ങനെ പതയായിട്ട് വരുന്നത്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചെല്ലാം ഒന്ന് കോരിക്കളയുക. പക്ഷെ ഇതിനകത്ത് അധികം അഴുക്കൊന്നും പഞ്ചസാരയ്ക്കകത്ത് വന്നിട്ടില്ല. ആ വന്ന പതയെല്ലാം നമുക്കൊന്ന് കോരിക്കളയുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇനി ഇത് അല്പം കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സർബത്ത് റെഡിയായി കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും കറ്റാർ വാഴ കൊണ്ടുള്ള ഒരു സർബത്ത് തയ്യാറാക്കി നിങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കാം കറ്റാർ വാഴയുടെ. പക്ഷെ ഇത് വളരെ രുചികരവും അതുപോലെ തന്നെ വളരെയേറെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. ഇങ്ങനെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്ത് സ്വല്പം കളറൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. അഥവാ നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കളർ അല്പം ചേർത്ത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കഴിയുന്നിടത്തോളം വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കളർ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ തയ്യാറാക്കുക. ഞാനിവിടെ നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കളർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 1-1.5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ
ഇത് നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം ഈർപ്പമയം ഒട്ടും തന്നെ ഇല്ലാത്ത ഗ്ലാസ് കൊണ്ടുള്ള ഒരു ബോട്ടിലിനകത്തേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന ഈ സർബത്ത് 1 മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ മറ്റുള്ള കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് 1 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിനകത്തേക്ക് നാരങ്ങ നീര് ആദ്യം പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഐസ് ക്യൂബ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന കറ്റാർവാഴയുടെ സർബത്ത് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ തണുത്ത സോഡയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. സോഡ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. സോഡയാണെങ്കിലും വെള്ളമാണെങ്കിലും നല്ലതുപോലെ തണുത്തത് തന്നെ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സർബത്തിന്റെ രുചി നമുക്ക് നല്ലതുപോലെ ഒന്ന് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക.